ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കാനാണ്. മറ്റൊന്നുമല്ലത് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറ ഇത്തവണ ഒരു സങ്കീർണമായ രാഷ്ട്രീയം പറയാൻ പോകുന്ന മണ്ഡലമാണ്. കാരണം അത് കെ ബാബു എന്ന കോൺഗ്രസിന്റെ മുൻ മന്ത്രി MLA ഒക്കെ പലതവണ വിജയിച്ചു വന്ന മണ്ഡലമാണെങ്കിലും ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ്. ഇത്തവണ അവിടെ ഒരു മാറ്റത്തിന്റെ സാധ്യത എന്താണ്? അവിടെ കെ ബാബു താൻ മത്സരത്തിനില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കെ ബാബുവിൻ്റെ പിൻഗാമിയായി UDFിൽ കോൺഗ്രസിൻ്റെ ഏത് സ്ഥാനാർത്ഥി വരും എന്ന ചോദ്യമാണ്. പല സാധ്യതകൾ പറയുന്നുണ്ട്. എന്തായാലും ബാബു ഒഴിഞ്ഞതോടുകൂടി വലിയ സമ്മർദ്ദം നേതൃത്വത്തിന് മുന്നിൽ അവിടെ പ്രാദേശിക നേതാക്കളുടെ മേൽ നിന്നും ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. രാജു P. നായർ, ആന്റണി ആശാമ്പറമ്പിൽ, തമ്പി സുബ്രഹ്മണ്യം, ഇങ്ങനെ പൊതുവിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ നേതാക്കളുടെ പേരുകളുണ്ട്. പക്ഷേ അതിനും അപ്പുറമുള്ള ചില ആലോചനകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. അത് നേരത്തെ പുറത്തു വന്നതാണ്. മറ്റാരുമല്ല, സിനിമാ താരം രമേശ് പിഷാരടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു ആലോചനയിലേക്ക് കൂടി അവർ കടന്നിട്ടുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് രമേശ് പിഷാരടി എന്ന് പറഞ്ഞാൽ, രമേശ് പിഷാരടി ഒരു കോൺഗ്രസിൻ്റെ മുഖമാണ്. കോൺഗ്രസിൻ്റെ ക്യാമ്പയിനുകളിലൊക്കെ മുമ്പും പങ്കെടുത്തിട്ടുണ്ട്. താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന പ്രഖ്യാപനം പരസ്യമായി നടത്താൻ തയ്യാറായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ രമേശ് പിഷാരടിയുടെ പേര് കാര്യമായി പരിഗണിക്കുന്നു അവിടെ എന്നതാണ്. പക്ഷേ വെല്ലുവിളി ഉയർത്തുന്ന മറ്റ് ചില സാധ്യത കൂടി അവിടെയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ മണ്ഡലത്തിന് ഒരു സാമുദായിക മുഖമുണ്ട്. അത് ഈഴവ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഇടമാണ്. അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തുക എന്നൊരു വലിയ വെല്ലുവിളി കോൺഗ്രസിന് മുന്നിലുണ്ട്. CPMൻ്റെ പരിഗണനാ ലിസ്റ്റിലേക്ക് പോകുമ്പോൾ നോക്കൂ, മുൻ കൊച്ചി മേയറായ M. അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം CPM ആലോചിക്കുന്നു എന്നതാണ് സാഹചര്യം. അനിൽകുമാറിൻ്റെ പേരിന് തന്നെയാണ് അവിടെ മുൻതൂക്കം. മറ്റു ചില പേരുകൾ കൂടി പരിഗണനയുണ്ട്. TC ഷിബു, ഒപ്പം E. വാസുദേവൻ തുടങ്ങിയ പേരുകളും അവിടെ ഇടതുമുന്നണി നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. ഇത്തവണ കെ ബാബു ഒഴിഞ്ഞപ്പോൾ ആ മണ്ഡലത്തിൽ അല്പം കൂടി ഇടതുപക്ഷ സ്വഭാവം കൂടുതൽ സാധ്യത ഉണ്ടാക്കാം എന്നൊരു പ്രതീക്ഷ CPMനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കെ ബാബു വ്യക്തിപരമായി സമാഹരിക്കുന്ന വോട്ടുകളാണ് അവിടെ UDFിന് വിജയം കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇത്തവണ കെ ബാബു ഒഴിയുമ്പോൾ അത് ഇടതുപക്ഷ മണ്ഡലത്തിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം പുറത്തേക്ക് വരികയും അവിടെ വിജയിച്ച് കയറാം എന്ന അവരുടെ പ്രതീക്ഷയുണ്ട്. അതേസമയം വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്നുമല്ലത്, തൃപ്പൂണിത്തറയിൽ BJPക്ക് വലിയ വേരോട്ടമുണ്ടാക്കിയ മണ്ഡലമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ നഗരസഭാ ഭരണം പോലും BJP പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ BJPയുടെ പ്രതീക്ഷകളും ഒട്ടും ചെറുതല്ല. കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെ വീണ്ടും കളത്തിലിറക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന വക്താവ് കൂടിയായ M. ശിവശങ്കറിനെയും അവിടെ പരിഗണിക്കുന്നു എന്നതാണ്. ഇതാണിപ്പോൾ മൂന്ന് മുന്നണികളും നടത്തുന്ന ആലോചന. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കെ ബാബുവിൻ്റെ പകരക്കാരൻ ആരായിരിക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് അവർക്ക് മുന്നിലുണ്ടാവുന്ന വെല്ലുവിളി എന്നതാണ്. അത് സ്വാഭാവികമായും അതിൻ്റെ സാധ്യതകളിൽ നിർണായകമാവുകയും ചെയ്യും. നമുക്ക് നോക്കാം തൃപ്പൂണിത്തറയുടെ രാഷ്ട്രീയം എന്താണ് ആലോചനകൾ എന്ന കാര്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് തൃപ്പൂണിത്തറയിൽ നിന്നും. ആജ്ഞ, കെ ബാബുവിൻ്റെ പകരക്കാരനെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് ആലോചനകൾ അതിശക്തമാണ്. പ്രത്യേകിച്ച് പല പേരുകളും മുന്നോട്ട് വരുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ പരാമർശിച്ച പേരുകളാണ്. ഇതിൽ ഏറ്റവും പ്രാമുഖ്യത്തിൽ കോൺഗ്രസിൻ്റെ ആലോചനകൾ ഏത് രീതിയിലാണ്? നേതാക്കളുടെ സമ്മർദ്ദം പല രീതിയിലും ഉണ്ടാവാം. അത് മറികടന്നുകൊണ്ട് ആ വിജയ സാധ്യതയിൽ അവിടുത്തെ സാമുദായിക ഇക്വേഷൻസ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് ആരിലേക്ക് എത്താനാണ് ഏറ്റവും സാധ്യത? സജിത്ത് 91 മുതൽ തുടർച്ചയായി 7 തവണ മത്സരിച്ചപ്പോഴും അതിൽ 6 തവണയും മണ്ഡലം പിടിച്ച ചരിത്രമാണ് കെ ബാബുവിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് UDFിന് അനുകൂലമായ ഒരു മണ്ഡലം എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയാണ്. എന്നിരുന്നാലും സ്വരാജ് 2016 തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ബാബുവിനെ തോൽപ്പിക്കുമ്പോൾ ബാർക്കോഡ് വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും തോൽപ്പിക്കുമ്പോഴും വലിയ ഒരു വോട്ടിന്റെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം തിരിച്ച് മണ്ഡലം പിടിച്ചപ്പോഴും ആ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് CPMന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും കെ ബാബുവിന്റെ കയ്യിൽ ഒതുക്കിയിരുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അത് അദ്ദേഹം ഇത്തവണ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തെരഞ്ഞെടുപ്പിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്നുള്ള അറിയിപ്പ് കൂടി ലഭിച്ചതോടെ അത് CPMന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കാരണം കെ ബാബുവിന് സമാനനായ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് UDF അറിയിക്കുന്നതെങ്കിൽ പോലും കെ ബാബുവിനെ പോലെ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന അത്രയധികം പ്രാമുഖ്യമുള്ള ഒരു നേതാവിനെ തന്നെ ഈ മണ്ഡലത്തിലേക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും ഏറ്റവും വലിയ ക്രൈസിസ്. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരുകൾ ഉയരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചത് M. ലിജുവിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. മറ്റൊന്ന് രമേശ് പിഷാരടിയുടെ പേര് ഉയർന്നു കേൾക്കുന്നു. നായർ വോട്ടുകൾ ലക്ഷ്യമിട്ട് രാജു P. നായരെ രംഗത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന
തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ ഒരു കിടപ്പനുസരിച്ചിട്ട് നായർ വർമ്മ വോട്ടുകൾ, അപ്പർ കാസ്റ്റ് വോട്ടുകൾ കൂടുതലുള്ളൊരു മേഖല കൂടിയാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് രാജു പി നായരുടെ പേര് ഉയർന്നു കേൾക്കുന്നു. ഇത്തരത്തിൽ നിരവധി, അതായത് കോൺഗ്രസ് തന്നെ മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല സ്ഥാനാർത്ഥി മോഹമുള്ള കൂടുതൽ ആളുകളും മണ്ഡലം ഇത് കോൺഗ്രസിന്റെ മണ്ഡലം കൂടിയാണ് എന്നുള്ള വിലയിരുത്തൽ, കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്, അത് കോൺഗ്രസ് UDF കയ്യിൽ നിന്ന് പോകാത്തൊരു മണ്ഡലമാണ് എന്നുള്ള വിലയിരുത്തൽ കൂടിയുള്ളത് കൊണ്ടും അതിന് ഈ സീറ്റിന് വേണ്ടിയുള്ള പിടിവലി വളരെ വലുതാണ്, വളരെ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി, BJPയും CPM കൂടി മത്സര രംഗത്തുള്ളത് കൂടി തന്നെ വലിയൊരു ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയേറെ. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ചത് A ക്ലാസ് മണ്ഡലമാണ്. പ്രത്യേകിച്ചും നഗരസഭ പിടിച്ചെടുത്തത് ഒരൊറ്റ മെമ്പറുടെ പ്രാമുഖ്യത്തിലാണെങ്കിൽ പോലും BJPക്ക് അത് വലിയ പ്രതീക്ഷയാണ് ഈ മണ്ഡലം നൽകുന്നത്. എന്നിരുന്നാൽ പോലും മറ്റു മണ്ഡലങ്ങളെല്ലാം UDFന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നൽകിയ മേഖലകളാണ് കൂടുതലുമുള്ളത്, വാർഡുകളാണ്. അതുപോലെ നഗരസഭയിലായാലും UDFന് വലിയ ഭൂരിപക്ഷം നൽകുന്ന, വലിയ വോട്ട് ഷെയർ നൽകിയിരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലുള്ളത് കൊണ്ട് തന്നെ UDFന് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയാണ്. എന്നിരുന്നാലും കെ ബാബുവിന്റെ പിൻവാങ്ങൽ UDFന് തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്നുള്ളതാണ് UDF ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ് ആ പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചനയിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ തൃപ്പൂണിത്തുറ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇനി നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചതാണ്, കെ ബാബു അറിയിച്ചതാണ്, ആരോഗ്യകരമായ പ്രശ്നങ്ങൾ തനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ മത്സര രംഗത്തേക്കില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്തിരുന്നതുമാണ്. പക്ഷേ അതിന് കഴിഞ്ഞ 2 ദിവസം മുൻപാണ് അത് കൃത്യമായി ഒഫീഷ്യലി അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടത്. അതോട് കൂടിയിട്ട് മണ്ഡലത്തിലേക്കുള്ള പിടിവലി ഏറുന്നു എന്ന് വേണം പറയാൻ. ഈഴവ വോട്ടുകൾ കൂടുതലുള്ള മേഖലയാണ്, പ്രത്യേകിച്ചും ഉദയംപേരൂർ. അതായത് ഇതിൽ 2 പഞ്ചായത്തുകളും 2 നഗരസഭകളുമുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ, അതുപോലെ മരട് നഗരസഭ, 2 പഞ്ചായത്തുകൾ, ഉദയംപേരൂർ പഞ്ചായത്ത്, അതുപോലെ കുമ്പളം പഞ്ചായത്ത്, പിന്നെ കൊച്ചി കോർപ്പറേഷന്റെ നന്ദ്യാപുരം വരെ, അതായത് കടൈഭാഗം മുതൽ നമ്പ്യാപുരം വരെയുള്ള വാർഡുകളും ഡിവിഷനുകളും ഇതിന്റെ ഭാഗമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ ഇപ്പോൾ, അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളെടുത്ത് നോക്കുമ്പോൾ UDFന് മുൻതേക്കും ഉള്ള മണ്ഡലം തന്നെയാണ്. എന്നിരുന്നാലും തൃപ്പൂണിത്തുറ നഗരസഭ ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. അതുമാത്രമല്ല കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് മണ്ഡലം പിടിക്കാനായത് പ്രധാനമായും അത് വീഴ്ച എന്ന് പറയുന്നത് UDF കണക്കിലെടുക്കുന്നതും അല്ലെങ്കിൽ വിലയിരുത്തുന്നതും ബാർക്കോഴ കേസ് കത്തുന്ന സാഹചര്യത്തിലാണ് കെ ബാബുവിന് അവിടെ പരാജയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുമ്പോഴും വീണ്ടും CPM തന്നെ സ്വരാജിനെ തന്നെ അവിടെ മണ്ഡലത്തിൽ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും, പക്ഷേ വലിയ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ മണ്ഡലത്തിൽ ബാബു ജയിച്ചത് എന്നുള്ളത് CPM പ്രതീക്ഷ നൽകുണ്ടായപ്പോൾ ഈ മത്സര രംഗത്തേക്ക് കെ ബാബു ഇല്ലാത്തിരുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് അത് ഒരു പക്ഷേ ആ സീറ്റ് വളരെ എളുപ്പത്തിൽ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉദയംപേരൂർ ഭാഗത്തുള്ള ഈഴവ വോട്ടുകൾക്ക് വേണ്ടി, അതായത് ഉദയംപേരൂർ ഭാഗത്ത് കൂടുതലുമുള്ളത് SNDP, പ്രത്യേകിച്ചും SNDPയുടെ ഭാഗമായിട്ടുള്ള 500-ലധികം വീടുകളുണ്ട്. ആ വോട്ടുകൾ പോക്കറ്റിലാക്കുക എന്നുള്ള ലക്ഷ്യം ഇരു മുന്നണികൾക്കും ഉണ്ട്. അത് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള, അതായത് ഈഴവർക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു നേതാവിനെ കൂടി കളത്തിലിറക്കാൻ തന്നെയാണ് UDFന്റെയും LDFന്റെയും തീരുമാനം. അതേസമയം BJP, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP ഇതിനെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ M ശിവശങ്കരൻ, അതുപോലെ മേജർ രവി, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള പ്രമുഖരായ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെയൊക്കെ പേരുകൾ മത്സര രംഗത്തേക്ക് കാണുന്നുണ്ട്. എന്തായാലും അതിന് ദേശീയ നേതൃത്വം, സംസ്ഥാന നേതൃത്വം കൂടി ഒരു തീരുമാനമെടുത്ത ശേഷമേ അതിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ള മണ്ഡലം മടങ്ങി വരാം. നമുക്ക് തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയം ഒന്നുകൂടി വിശദമായി നോക്കാം. അതിലേക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.